ബുക്ക് വാങ്ങിച്ച മിക്കവർക്കും മാക്ബുക്കിൻ്റെ M1 ഞാൻ വാങ്ങിച്ചായിരുന്നു. അത് വാങ്ങിച്ച മിക്കവർക്കും മെഷീൻ ലേണിങ്ങിൻ്റെ അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ ആൾറെഡി നിങ്ങൾ പൈച്ചാമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കാണും. അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ നമുക്ക് ടെൻസർഫ്ലോയുടെ റിക്വയർമെൻറ്റ് വരും. ടെൻസർഫ്ലോ എന്ന് പറയുന്നത് ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത വൺ ഓഫ് ദി മോസ്റ്റ് റിക്വയർഡ് മെഷീൻ ലേണിംഗ് പാക്കേജാണ്, ലൈബ്രറിയാണ് ഈ ടെൻസർഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ടെൻസർഫ്ലോ ആദ്യം ഈ മാക്ബുക്ക് M1 ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയപ്പോൾ അത് ആക്ച്വലി വരുന്നില്ലായിരുന്നു. യൂഷ്വലി നമ്മൾ ഏതെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് വേണമെന്നുണ്ട്. സപ്പോസ് ഞാൻ മാറ്റ്ലിബ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഇല്ലെങ്കിൽ എനിക്കിതാ ഈ ഒരു കാണുന്ന ബൾബിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നംപൈ ഇതെല്ലാം ഞാൻ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ലൈബ്രറി നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ ടെൻസർഫ്ലോ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ആക്ച്വലി അത് കാണിക്കുന്നില്ലായിരുന്നു, എറർ വന്നു. അപ്പോൾ നമ്മൾ ജനറലി എന്തോ ചെയ്യുന്നത്, ഫയൽ എടുക്കും, ന്യൂ പ്രൊജക്റ്റ് സെറ്റപ്പ് എടുക്കും, ന്യൂ പ്രൊജക്റ്റ് സെറ്റപ്പ്, അതിനകത്ത് പ്രിഫറൻസ് ഫോർ ന്യൂ പ്രൊജക്റ്റ് എടുക്കും. ഇതെടുത്തിട്ട് നമ്മൾ നേരെ പൈത്തൺ ഇൻ്റർപ്രറ്ററിൽ പോയി ഇവിടുന്ന് പ്ലസ് അടിക്കുമായിരുന്നു. പ്ലസ് അടിച്ചിട്ട് നമ്മളിവിടെ ഇപ്പോൾ ടെൻസർഫ്ലോയാണ് വേണ്ടെങ്കിൽ ടെൻസർഫ്ലോ എന്ന് എടുത്തിട്ട് ഇത് അടിച്ചിട്ട് ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുമായിരുന്നു. നമ്മൾ ഈ ഇൻസ്റ്റാൾ സ്പെസിഫൈ വേർഷൻ കൊടുത്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുമായിരുന്നു. പക്ഷേ അതും ഞാൻ സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിനകത്ത് എറർ വന്നു, അത് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത വഴി എന്ന് പറയുന്നത് നമ്മളുടെ കൺസോൾ എടുത്തിട്ട് പൈത്തൺ കൺസോൾ എടുത്തിട്ട് ഇവിടെ PIP നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പൈപ്പ്. സോ പൈപ്പ് ഇൻസ്റ്റാൾ ടെൻസർഫ്ലോ കൊടുത്ത് നോക്കി, അതിനകത്ത് എറർ വന്നു. അപ്പോൾ ഞാൻ പിന്നെ ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്ത് എന്തുകൊണ്ടാണ് എനിക്ക് ടെൻസർഫ്ലോ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തതെന്ന് നോക്കി വന്നപ്പോഴാണ് നമ്മുടെ ആപ്പിളിൻ്റെ developer.apple.com അതിനുള്ള സൊല്യൂഷൻ അവർ എഴുതിയിട്ടുണ്ട്. ആദ്യമൊന്നും എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായില്ല, എനിക്ക് നല്ലൊരു സോഴ്സും കിട്ടിയില്ലായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിനു വേണ്ടിയാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ കയറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട്, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് ടെൻസർഫ്ലോ മെറ്റൽ പ്ലഗബിൾ ഡിവൈസ്. സോ ടെൻസർഫ്ലോ നമ്മൾ മാക്കിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകാം. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടെൻസർഫ്ലോ ഒന്നും അല്ലെങ്കിൽ ആനാക്കോണ്ട ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ആനാക്കോണ്ടയൊന്നും M1 ചിപ്പിൻ്റെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാൻ വേണ്ടി അവരത്രയ്ക്ക് ഡെവലപ്ഡ് ആയില്ല. മീൻസ് അവർ ആ M1 ചിപ്പിൻ്റെ ARM ആർക്കിടെക്ചറിൻ്റെ സോഫ്റ്റ്വെയർ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടെൻസർഫ്ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ developer.apple.com യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇത് വായിച്ച് നോക്കിയാൽ നിങ്ങൾ താഴോട്ട് മനസ്സിലാവും. OS റിക്വയർമെൻറ്റ്, എൻ്റെ OS 12 മുകളിലാണ്, 12.4 ആണ്. ഇപ്പോൾ കറൻ്റ്ലി നോട്ട് സപ്പോർട്ടഡ്. ഇതൊന്നും ഇപ്പോൾ നിലവിൽ സപ്പോർട്ടഡ് അല്ല. വരുന്ന ഡേയ്സിൽ, വീക്സിൽ ഡെഫിനറ്റ്ലി ആപ്പിൾ ഇതിനുള്ള ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവരും. ഇൻസ്റ്റാളേഷൻ ഇൻസ്ട്രക്ചർ ഇപ്പോൾ 2020 മുമ്പ് വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ ആക്ച്വലി അവരുടെ 86 AMD ഇത് ഇൻ്റൽ ചിപ്പുകാർക്കുള്ള കോഡിംഗ് ആണ്. ഇൻ്റൽ ചിപ്പുകാർക്കുള്ള ടെർമിനൽ കമാൻഡ്സ് ആണ്. ഇത് ഇൻ്റൽ ചിപ്പുകാർ മാത്രം നോക്കിയാൽ മതി. നമ്മൾ M1 ചിപ്പ് ആയതുകൊണ്ട് ARM64 ആപ്പിൾ സിലിക്കൺ നോക്കിയാൽ മതി. സോ ARM64 ആപ്പിൾ സിലിക്കണിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തുവാണെന്ന് വെച്ചാൽ നിങ്ങൾ ടെർമിനൽ എടുക്കണം. ടെർമിനലൊക്കെ എടുക്കാൻ അറിയാമല്ലോ. ഇവിടെ വരുമ്പോൾ ഇതുണ്ട് ടെർമിനൽ എടുത്തിട്ട് എൻ്റെ ടെർമിനൽ എന്ന് പറയുന്നത് എൻ്റെ പേര് മാക്ബുക്ക് എയർ പൈച്ചാം. ഇവിടെ ഞാൻ LS എന്ന് കൊടുത്താൽ ഇത് വരും. ഇതിനകത്തുള്ള ഫോൾഡറുകളുടെ പേര് വരും. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ ടെൻസർഫ്ലോയും കെരാസും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കെരാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെൻസർഫ്ലോ വേണം. ടെൻസർഫ്ലോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കെരാസും വന്നോളും. ഓക്കെ. ഈ പൈടോർച്ച് 1 പൈതൺ പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി എൻ്റെ പല പ്രോജക്റ്റുകളാണ്. ഇതാണ് ബേസിക് ഫോൾഡർ. CD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഹോം ഡയറക്ടറിയിൽ വരും. അവിടെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഡെസ്ക്ടോപ്പ് ഉണ്ട്, ഡോക്യുമെൻ്റ്, ഡൗൺലോഡ്, ലൈബ്രറി ഇതെല്ലാം ഉണ്ട് അതിനകത്ത്. സോ പൈച്ചാം പ്രൊജക്ട്സ്, നമ്മൾ ഉപയോഗിക്കുന്ന പൈച്ചാം പ്രൊജക്ട്സ് എല്ലാം ഈ ഫോൾഡറിനകത്തുണ്ട്. ഇനി നമ്മളുടെ മാറ്ററിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടുന്ന കമാൻഡുകൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ കമാൻഡുകളാണ് വേണ്ടത്. ആദ്യം ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ കോണ്ട എൻവയോൺമെൻറ്റ്. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫയൽ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് വഴി നോക്കി കഴിഞ്ഞാൽ ഈ മിനിഫോർജ് 3 മാക് OS ARM എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, മിനിഫോർജ് 3. അതാണ് ഈ ഫയൽ ഡൗൺലോഡർ ആവുന്നത്. അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഈ കമാൻഡുകൾ ഓരോന്നായിട്ട് നിങ്ങൾ ടെർമിനലിനകത്ത് പ്രിൻ്റ് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. chmod +X ഡൗൺലോഡ് ചെയ്ത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡായി, അത് ഇൻസ്റ്റാൾ ആവും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനകത്ത് ചോദിക്കും, ഓരോന്ന് എഴുതി കാണിച്ച് ചോദിക്കും, yes or no എന്ന് പറഞ്ഞ് പ്രൊസീഡ് ചോദിക്കും. അപ്പോൾ S കൊടുക്കണം. അത് കഴിഞ്ഞാൽ SH ഡൗൺലോഡ് മിനിഫോർജ് മാക്
OS X ARM64 ചോദിക്കും. അത് നിങ്ങൾ അതും എസ് ഒക്കെ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇതും പോകണം. സോ ഇത് മൂന്നും വരും. ആക്ച്വലി ഈ സോഴ്സ് ബിൻ ആക്ടിവേറ്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഈ കമൻറ്റ് കഴിയുമ്പോൾ ചോദിക്കും. അത് നിങ്ങൾ യെസ് കൊടുത്താൽ മതി, അപ്പോൾ ഇൻസ്റ്റാൾ ആവും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇൻസ്റ്റാൾ ടെൻസർഫ്ലോ ഡിപ്പെൻഡൻസീസ്, ഇത് ചെയ്യണം. ടെൻസർഫ്ലോ ഡിപ്പെൻഡൻസീസ് ചെയ്യണം, ഇത് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഈ സാധനം വെൻ അപ്ഗ്രേഡിങ്, ടെൻസർഫ്ലോ ഡിപ്പെൻഡൻറ്റി വേർഷൻസ്, ഇതിനകത്തുള്ള ഒരു കമാൻഡുകൾ നിങ്ങൾ പെർഫോം ചെയ്യേണ്ട. സ്റ്റെപ്പ് 2-നകത്തോട്ട് പോവുക. സ്റ്റെപ്പ് 2-നകത്ത് ഇൻസ്റ്റാൾ ബേസ് ടെൻസർഫ്ലോ, ഇത് റൺ ചെയ്യുക, ഇൻസ്റ്റാൾ ആവും. സ്റ്റെപ്പ് 3-ൽ പോവുക. പൈത്തൺ -m പൈപ്പ് ഇൻസ്റ്റാൾ ടെൻസർഫ്ലോ മെറ്റൽ. സോ ഇതോടുകൂടി നിങ്ങളുടെ ടെൻസർഫ്ലോ സെറ്റായി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, പൈത്തണിൽ പോയി നിങ്ങളൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫയൽ ഞാൻ ന്യൂ പ്രൊജക്റ്റ് എടുത്തു. ന്യൂ പ്രൊജക്റ്റ് ഓക്കെ, ഞാനത് ക്ലോസ് ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ ന്യൂ പ്രൊജക്റ്റ് എടുത്തു. ന്യൂ പ്രൊജക്റ്റ് എടുത്ത് കഴിയുമ്പം ഇവിടെ ബേസിക്കലി പ്രൊജക്റ്റിൻ്റെ പേര് വന്നിട്ട് എനിക്ക് അതിൻ്റെ ഇൻ്റർപ്രറ്റർ വരുന്നുണ്ടോ. യൂഷ്വലി ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എപ്പോഴും നമ്മൾ ഈ ന്യൂ എൻവയോൺമെൻറ്റ് യൂസിങ് വിർച്വൽ അത് കൊടുക്കുന്നത്. അതിന് പകരം പ്രീവിയസ്ലി കോൺഫിഗേർഡ് ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ അത് ടിക്ക് കൊടുക്കുക. അതിനകത്ത് ഈ 3 ഡോട്ട്സിൽ നിങ്ങൾ കയറുക. അതിനകത്ത് കോണ്ട എൻവയോൺമെൻറ്റിൽ പോവുക. എന്നിട്ട് ഇവിടെ ഇൻ്റർപ്രറ്റർ സെലക്ട് ചെയ്ത് കിടക്കുന്ന ഏതാണെന്ന് നോക്കുക. ഇവിടെ ഇൻ്റർപ്രറ്റർ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ നോർമലി സെലക്ട് ചെയ്ത് കിടക്കുന്ന ആനക്കൊണ്ട 3 ഞാൻ ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ ഇപ്പോഴും ഇതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ എനിക്ക് ഈ ആനക്കൊണ്ട 3 അല്ല വേണ്ടത്. അതിന് പകരം എനിക്ക് വേണ്ടുന്ന ഫയൽ ഏതാണെന്നറിയാൻ നിങ്ങൾ ടെർമിനലിൽ പോയിട്ട് വെയർ പൈത്തൺ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് എഴുതി കാണിക്കും എൻ്റെ പേര് മിനി ഫോർജ് 3-ലെ ബിന്നിനായിട്ടുള്ള പൈത്തൺ. സോ അത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കണം. മിനി ഫോർജ് 3-ലെ എല്ലാത്തിൻ്റെയും ബാക്കിലോട്ട് ഇറങ്ങി പോയിട്ട് ഇതുമല്ല, മിനി ഫോർജ് 3 എന്ന് പറയുന്ന ഡ്രൈവിൽ നിങ്ങൾ പോകണം. അതിനെന്ത് ചെയ്യും, ഇവിടെ വരും യൂസേഴ്സിനകത്ത് ബിബിനകത്ത് മിനി ഫോർജ് 3 ബിന്ന്, അതിനകത്ത് പൈത്തൺ 3 എല്ലാം ഉണ്ട്. അതിനകത്ത് നമ്മൾ നേരെ പോയിട്ട് പൈത്തൺ 3.9 എടുക്കും. ഇത് കോൺഫിഗ് ഫയൽ, അതല്ല വേണ്ട, 3.9 എടുക്കും. ഓക്കെ കൊടുക്കും. ഇപ്പോൾ മാറിയുണ്ടോ, യൂസേഴ്സ് ബിബിൻ കുഞ്ഞുമോൻ മിനി ഫോർജ് 3 ബിന്ന് പൈത്തൺ 3.9. ഇത് മറ്റുള്ളതിന് അവൈലബിൾ എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. സെറ്റ്. എന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് ക്രിയേറ്റ് ആവും. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇമ്പോർട്ട് ടെൻസർഫ്ലോ എന്ന് കൊടുത്താൽ യാതൊരു എററും വരില്ല. ഓക്കെ.